ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. കേരള സദ്യയിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാതെയാണ് ലാസ്റ്റ് രസവും മൂരും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നല്ല ഈസി പീസി രസം ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു 5 ഗാർലിക്, ഒരു 4 പഴുത്ത തക്കാളി, പിന്നെ ഒരു 5 ഷാലറ്റ്സ്, പിന്നെ 2 പച്ചമുളക്, പിന്നെ 1.5 സൈസ് വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങൻ്റെ അതേ അളവിൽ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 കപ്പ് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ, വേഗം ഒന്നത് അലിഞ്ഞ് കിട്ടും. ഇനി ആ കൈ വെച്ച് നല്ലോണം ഞെരടി നല്ലോണം പുളിവെള്ളം റെഡിയാക്കി വെക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഇനി ഒരു മിക്സർ ജാറിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പെപ്പർകോൺസ്, അതായത് കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ ക്യുമിൻസ്, ജീരകം ഒന്ന് പൊടിച്ചെടുക്കുക. നല്ലോണം പൗഡറാക്കി എടുക്കാൻ പാടില്ല, ജസ്റ്റ് അതിൻ്റെ തരിതരികൾ എന്തായാലും വേണം കേട്ടോ. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഗാർലിക്, 5 ഗാർലിക് എടുത്തിനല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 5 സ്ലൈസ് തക്കാളി ഇല്ലേ, ആ തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അതിനകത്ത് 5 or 6 സ്ലൈസ് തക്കാളിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലോണം പേസ്റ്റ് പോലെ അരക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ആ തരി തക്കാളിയുടെ ആ തരിയൊക്കെ അതിൽ വേണം കേട്ടോ. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പുളിവെള്ളം അരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ഞെരടി അതിൻ്റെ വെള്ളം നല്ലോണം എടുക്കണം. എന്നിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കൈ കൊണ്ട് വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ, മുളക്, പിന്നെ ബാക്കി കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ടൊമാറ്റോ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം രസം നല്ല വെള്ളം പുളിയാണല്ലോ, അപ്പോൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കുക്ക് ചെയ്യുന്നതിന് കുറച്ച് വെള്ളമൊക്കെ വറ്റി വരും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ വരെ ആകാം കേട്ടോ. എരിവ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ട് കുറച്ചും കൂടി കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുരുമുളകിൻ്റെ ഇടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എരിവും കൂടി വരും കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കറി ലീഫ് ഒരു 2-3 തണ്ട് കറി ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം തിള വരും കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് വരെ നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട്, നല്ലോണം തിളഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തക്കാളി ഉടഞ്ഞ് നല്ലോണം വേഗം തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ കലക്കി വെക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഗ്യാസ് ഫ്ലെയിമിൽ വെക്കുന്നതിന് മുന്നേ കലക്കി നമ്മൾ വെച്ചല്ലോ ചട്ടിയിൽ, ആ സമയം നിങ്ങൾ കൈ വെച്ച് നല്ലോണം തക്കാളി ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് കയ്യിൽ വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ വേഗം ഒന്ന് ഉടഞ്ഞും കുക്ക് ആക്കി കിട്ടും കേട്ടോ. തക്കാളി ഇതിൽ നല്ലോണം ഉടഞ്ഞ് നല്ല സോഫ്റ്റായി കിട്ടണം. ഇതിൽ തക്കാളി കാണാത്ത രീതിയിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം നല്ലോണം ഒന്ന് തളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രസപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ നല്ല ഹീപ്പായിട്ട് എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ രസം പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഞാൻ നല്ലോണം പ്രഷർ കൊടുത്തിട്ട് തന്നെയാണ്, തക്കാളി ഉടച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നല്ലോണം ഉടച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജാഗരി, നല്ല വെല്ലം കുറേയൊന്നും പാടില്ല, ജസ്റ്റ് ഒരു 1/2 ടീസ്പൂണോ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക്, കാരണം ചെറിയൊരു മധുരം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഇതിൽ കുറേ കൂടുതലായിട്ട് വേണ്ടത് കൊറിയാൻഡർ ലീഫ്, ഒരു 4 തണ്ട് കൊറിയാൻഡർ ലീഫ് നല്ലോണം ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓണം പ്രമാണിച്ചിട്ട് കേരള സദ്യേൻ്റെ എല്ലാ റെസിപ്പീസും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി അപ്ലോഡ് ചെയ്യാനും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, യൂട്യൂബിൽ ചെക്കൗട്ട് ചെയ്യുക എൻ്റെ ചാനലിൽ. അപ്പം എല്ലാ റെസിപ്പീസും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള മോട്ടിവേഷൻ. അപ്പം കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ എല്ലാ അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റെസിപ്പി. ഇനി ഇതിലേക്ക് ഞാൻ രസം പൊടി 1 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കതിൻ്റെ ഒരു മണം കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് വേണം തോന്നി, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണും കൂടി രസം പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ടോട്ടൽ വന്നിട്ട് 3 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കണ്ട തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്, ആ ഫ്ലഷൊക്കെ അതിൽ തന്നെ വിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്.
ഇനി ഇത് ഒരു 2-3 മിനിറ്റും കൂടി ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക കേട്ടോ. കാരണം ഞാനിപ്പോൾ ഒരു രസം പൊടി ഇട്ടതല്ലോ, അതുകൊണ്ട് അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് കുക്കായി വരട്ടെ. ഒരു 2 മിനിറ്റും കൂടി ഞാൻ തിളപ്പിക്കുന്നുണ്ട്. ഇനി ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ മധുരവും നോക്കുക കേട്ടോ. അപ്പം കുറച്ച് മധുരം മതിയേ മുന്നോട്ട്, അല്ലെങ്കിൽ ഭയങ്കര മധുരമായപ്പോൾ രസത്തിന് എരിവാണ് അല്ല, അതിൻ്റെ കൂടെ കുറച്ചൊരു മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റായിരുന്നു, പുളിയും ഉപ്പും മധുരവും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അത് 2-3 തണ്ട് കറിവേപ്പില ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കറിവേപ്പിലൊക്കെ കൂടുതൽ ഇടുമ്പം അതിൻ്റെ നല്ല ടേസ്റ്റ് മണമൊക്കെ വരും. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ്. എത്ര വെള്ളം നിങ്ങൾക്ക് വേണ്ട അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല തിളച്ച ബോയിലിംഗ് വാട്ടർ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കൺസിസ്റ്റൻസിയാണ് എനിക്ക് ഇഷ്ടം. അധികം വെള്ളമായിരിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇതാണ് എൻ്റെ പരുവം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എൻ്റെ വേർഷൻ ഓഫ് രസം അടിപൊളി ടേസ്റ്റാണ്. ഈ ഓണത്തിന് നിങ്ങൾ രസം വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. സദ്യക്ക് മാത്രമല്ലല്ലോ നമ്മൾ രസം കൂട്ടുന്നത്, അല്ലെങ്കിൽ രസം റൈസൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ. അപ്പം എന്തായാലും നെക്സ്റ്റ് ടൈം രസം ഇങ്ങനെ വെച്ച് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.